بسم الله الرحمن الرحيم. الحمد لله الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. തിരുത്താഹ റസൂലിനെ പ്രണയിച്ചു പ്രണയിച്ചു ഒരു ചെല്ല കിളിമിങ്ങി വിതുമ്പി പാടി സ്നേഹപീശത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി. ഇശ്ഖിന്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞു പോയി ഇശാരത്തിൽ ഇശലുമോളി കരള് പൊട്ടി. എന്റെ വ്യഥ ചൊല്ലാൻ ഇനി ആര് ഉലകിൽ ബാക്കി. എന്റെ വ്യഥ ചൊല്ലാൻ ഇനി ആര് ഉലകിൽ ബാക്കി. തിരുത്താഹ റസൂലിനെ പ്രണയിച്ചു പ്രണയിച്ചു ഒരു ചെല്ല കിളിമിങ്ങി വിതുമ്പി പാടി സ്നേഹപീശത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി. അധ്യക്ഷൻ, നമ്മുടെ മഹല്ല് പ്രസിഡന്റ്, നമ്മുടെ ഇതിന്റെ മുത്തവല്ലി മഹലിന്റെ മുത്തവല്ലി മുഹമ്മദ് അലി, മഹല്ല് സെക്രട്ടറി, മഹലിന്റെ പ്രിയപ്പെട്ട മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, നമ്മുടെ പരിശുദ്ധമായ ഈ പവിത്രമായ സന്തോഷത്തിന്റെ വഴികളിലൂടെ ദീനിന്റെ വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ മുദരിസും ഖതീബും ഉസ്താദുമായ ബഹുമാനപ്പെട്ട ഫൈദി ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹപാഠിയുമായ മുസ്തഫ ദാരിമി, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാർ, സഹോദരങ്ങൾ, പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനങ്ങൾ നുകർന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭത്തെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിടവറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, നാമുമായി ബന്ധപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖബറിടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റട്ടെ. ഈ പവിത്രമായ ഈ മജ്ലിസിലേക്ക് കടന്നു വന്ന ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ പ്രത്യേകമായ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നലെ അതിമനോഹരമായി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിഷയം, ആ വിഷയത്തെ ആസ്പദമാക്കി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചർവിത ശ്രവണം ചെയ്തുകൊണ്ട് ഇവിടെ സംസാരിച്ചിരുന്നു. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ജീവിതത്തിൽ ഇരുകൂട്ടരുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതുമെല്ലാം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ നാഥനായ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, നല്ല നാട്ടുകാരാണ്,
നല്ല ഒരു അന്തരീക്ഷമാണ് ഈ ഒരു സമയത്ത് നമ്മളിവിടെ കാണുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു 8 മണി സമയമൊക്കെ നമ്മുടെ മൈക്ക് സെറ്റാർക്ക് ഏതായാലും അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ അങ്ങോട്ടൊക്കെ പോയാൽ വളരെ നേരത്തെ പരിപാടി ചില സ്ഥലത്ത് ആരംഭിക്കും. ചിലപ്പോൾ 10 മണിക്ക് ആരംഭിക്കുന്ന സ്ഥലം ഉണ്ടാവും, 10:30 ആരംഭിക്കുന്നവരുണ്ടാകും. എന്നാലും അൽഹംദുലില്ലാഹ് നല്ല മഹല്ലുകാരാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ മുസ്തഫായും ഉസ്താദും എന്റെ പ്രിയപ്പെട്ട മുത്തവലി എല്ലാവരും നല്ലതുപോലെ എല്ലാവരെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഈ മഹല്ലിന് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് ഒരു മഹല്ല് നല്ലതാണ് എന്നറിയുന്നതിന്റെ ഏറ്റവും നല്ല ഒരു സന്തോഷമാണ് നാട്ടിലുള്ള ഖതീബ് ഉസ്താദും ആ നാട്ടിലുള്ള ഉസ്താദുമാരുടെയും ആ ഒരു സന്തോഷം അറിയുമ്പോൾ ആ മഹല്ലിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. 10 കൊല്ലം 11 കൊല്ലം ഉസ്താദുമാരിക്കുമ്പോ ആ മഹല്ലത്തുകാരുടെ സ്നേഹവും അവരുടെ ആദരവും അവരുടെ സന്തോഷവും അത് ആ ഉസ്താദുമാരിലൂടെ നമുക്ക് ആ മഹല്ലുകാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നമ്മുടെ കുടുംബങ്ങളിൽ വിട പറഞ്ഞു പോയവരുടെ ഖബറിടങ്ങളെ അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാക്കി സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റട്ടെ. അത് മാത്രവുമല്ല, ഒരുപാട് മുതഅല്ലിമുകൾ അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്ന മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. നാളെ നമ്മൾ മറന്നാലും നമ്മുടെ മക്കൾ മറന്നാലും ഈ ഇരിക്കുന്ന മക്കൾ നിങ്ങൾ ഭക്ഷണം കൊടുത്തവർ, നിങ്ങൾ സ്നേഹം കൊടുത്തവർ, നിങ്ങൾ സന്തോഷം കൊടുത്തവർ, ഒരിക്കലും ഈ മക്കൾ നിങ്ങളെ മറക്കില്ല. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് മുദരിസ് ഉസ്താദൊക്കെ ഓരോ സദസ്സുകളിലും എവിടെങ്കിലൊക്കെ പോയാൽ അല്ലാഹുവേ നമുക്ക് ഭക്ഷണം തന്നവർ, നമ്മളെ സ്നേഹിച്ചവർ, നമ്മളെ ഇഷ്ടപ്പെട്ടവർ, നമ്മളെ ആദരിച്ചവർ, അവരിൽ പലരും വിട പറഞ്ഞു പോയവരുണ്ട്. അവരുടെയൊക്കെ ഖബറിടങ്ങളെ സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ എന്ന് ഓരോ സദസ്സിലും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അതുകൊണ്ട് വലിയ സന്തോഷമാണ് മുതഅല്ലിമുകളൊക്കെ നമ്മളോടൊപ്പം ഇരുന്നുകൊണ്ട് ആമീൻ പറഞ്ഞാൽ തന്നെ 7ഓളം ഗുണങ്ങൾ അല്ലാഹു നമുക്ക് തരും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആദരവായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സലാത്തിന്റെ വാർഷികല്ലേ ഉറക്കെ ചൊല്ലണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തിന്റെ വാർഷികം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാതിരിക്കരുത്, ഒരുപാട് സലാത്തുകൾ ചെല്ലണം. ഈ മജ്ലിസിന്റെ അവസാനം സമാപനം നമ്മൾ ദുആ ചെയ്യുന്നത് സ്വലാത്തുകളോട് വെച്ചിട്ടാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആദരവായ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ഖലീഫയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദ് നബവിയിൽ ഇരിക്കുന്ന സമയമാണ്. 2 ചെറുപ്പക്കാരായ 2 യുവാക്കൾ കടന്നു വന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ ഒരുപാട് ദൂരത്തു നിന്ന് വന്നവരാണ്, ഒരുപാട് ദൂരം താണ്ടി വന്നവരാണ്, ഞങ്ങൾ യമനിൽ നിന്ന് വന്നവരാണ്, നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ വന്നവരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ നമ്മുടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും അടുത്ത തോഴരാണ്. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തണം. ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുമ്പോ ഞങ്ങളുടെ മരണം നന്നാകണം, നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ പിടിക്കണം. അത് മാത്രവുമല്ല, ആരെല്ലാം കരഞ്ഞാലും, ആരെല്ലാം സങ്കടപ്പെട്ടാലും, ആരെല്ലാം ദുഃഖിച്ചാലും, ആരെല്ലാം വേദനിച്ചാലും ഞങ്ങൾ ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്നത് സമയം വരുമ്പോ ഞങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി വിട പറയാൻ ഞങ്ങൾക്കൊന്ന് കഴിയണം. അതിന് പറ്റുന്ന ഉപദേശം മൃതങ്ങളെ നിങ്ങൾ ഞങ്ങൾക്ക് തരണം. അന്ന് ഈ ചെറുപ്പക്കാർ ചോദിച്ചത് ഈ 2 ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മറുപടി കൊടുത്തതും ആ 2 യുവാക്കൾക്ക് വേണ്ടി മാത്രമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദ് നബവിയുടെ ചാരത്തിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബിയായ ജൗഫർ തങ്ങളെ വിളിക്കുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറയാ, ജൗഫറേ, മുസ്തഫ നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന ഷഹീദായ ജൗഫർ തങ്ങളല്ല, ജൗഫർ ബിൻ അബീ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവനെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ മദീനയുടെ ചാരത്തുകൂടെ ഒന്ന് കടന്നു പോകുമോ? എല്ലാ സ്വഹാബത്തിനെയും നിങ്ങൾ മസ്ജിദ് നബവിയിലേക്ക് വരാൻ പറയുമോ? പടച്ചവനെ, ജൗഫർ റളിയല്ലാഹു അൻഹു ഇറങ്ങുകയാണ്. ജൗഫർ തങ്ങൾ ഇറങ്ങുന്ന കാണുമ്പോ അയ്യാര് തങ്ങൾ പറഞ്ഞു, ജൗഫറേ, നിങ്ങൾ ഒറ്റയ്ക്ക് കടന്നു പോകണ്ട, ഞാനും നിങ്ങളോടൊപ്പം കടന്നു വരാം. നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കണ്ട, ഞാനും നിങ്ങളോടൊപ്പം കടന്നു വരാം എന്ന് പറഞ്ഞുകൊണ്ട് ജൗഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടുപേരും കാണുന്നവരോടൊക്കെ പറയുകയാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും വിളിക്കുന്നുണ്ട്. എല്ലാവരും മസ്ജിദ് നബവിയിലേക്കൊന്ന് കടന്നു വരുമോ? പ്രിയപ്പെട്ട സ്വഹാബത്ത് മുഴുവനും വളരെയേറെ ആകാംക്ഷയോടുകൂടി കടന്നു വരികയാണ്, വളരെ സന്തോഷത്തോടുകൂടി കടന്നു വരികയാ. പരിശുദ്ധരായ ഹബീബിന്റെ അരികത്തേക്ക് മുസ്തഫ നബി
കാണുന്നുണ്ട്. മുത്തുനബിയുടെ ചാരത്താണ്, ഉമറുടെ ചാരത്താ. എല്ലാവരും കടന്നിരിക്കുമ്പോ ഇവനിൽ നിന്ന് കടന്നു വന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയാ, സഹോദരാ, ഈ കാണുന്ന സ്വഹാബത്തിനെ കണ്ടോ? ഈ സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കുമോ സ്വഹാബ? ഒന്നുകൂടെ ചോദിക്കുമോ സഹോദരങ്ങള്? രണ്ടുപേരിൽ ഒരാൾ എഴുന്നേൽക്കുകയാ. എഴുന്നേറ്റുകൊണ്ട് പറയുന്ന ഉമർ തങ്ങളെ, ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്ന ഒരു സമയമുണ്ടല്ലോ, മരിക്കുന്ന സമയമുണ്ടല്ലോ. ഉമ്മാനെ വിട്ടുപിരിയുന്ന, പാപ്പയെ വിട്ടുപിരിയുന്ന, സഹോദരങ്ങളെ വിട്ടുപിരിയുന്ന, കൂട്ടുകുടുംബാദികളെ വിട്ടുപിരിയുന്ന ഒരു സമയമുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിന് പറ്റുന്ന ഉപദേശം തരുമോ? അത് മാത്രമല്ല, ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോ അല്ലാഹു നമുക്ക് തന്നുപോയ ഈമാനുണ്ടല്ലോ, ആ തന്നുപോയ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഉപദേശം തരുമോ? അത് മാത്രമല്ല, അല്ലാഹുവിന്റെ ഗഗനലോകത്തുന്ന മാലാഖമാര് കടന്നു വന്നിട്ട് നമ്മുടെ മയ്യത്ത് പൊതിയുന്ന, നമ്മുടെ മയ്യത്ത് ചുമക്കുന്ന, നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്ന് കബറിൽ വെക്കുന്ന, അതിന് ഉതകുന്ന തക്കതായ ഉപദേശം അവിടെ നിന്ന് തരുമോ തങ്ങളെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് ഉമർ തങ്ങൾ പറഞ്ഞു, സ്വഹാബ, ഇവര് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, എത്രയോ അത്ഭുതകരമായ ചോദ്യമാണ്, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ചോദ്യമാണ്, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ചോദ്യമാണ് ചോദിച്ചു പോയത്. നിങ്ങൾക്ക് കേൾക്കണോ സ്വഹാബ? ഉടൻ തന്നെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പറയുന്നു, ഉമർ തങ്ങളെ, നിങ്ങൾ പറഞ്ഞ പിന്നപ്പുറമുണ്ടോ? കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധരാ. എന്ന് വേണോ പറഞ്ഞോ തങ്ങളെ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഅദ ആരംഭിക്കുകയാ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് നബി തങ്ങളുടെ പേരില് സ്വലാത്തും ചൊല്ലിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോവുകയാ, നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് നല്ലതുപോലെ വിട പറയണോ? എന്നാൽ പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് തന്നുപോയ ഈമാനിന്റെ മാധുര്യമുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കലാണ് സ്വഹാബ. ഈ പറഞ്ഞ എല്ലാ ഗുണത്തോടെയും നിങ്ങൾക്ക് ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തന്നുപോയ ഈമാൻ അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. പാപ്പമാരെ, ഞാൻ ഒരുപാട് ചരിത്രങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു തരാം. പക്ഷെ ചില കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവരാനുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ കറക്റ്റായി പറഞ്ഞു പോകുന്നത്. നമുക്ക് അള്ളാഹു തന്നുപോയ ആ ഒരു ഈമാനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇത് ആദ്യം ആരാ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സലാത്ത് മുഴങ്ങണ്ട, സലാത്തിൽ ഒരു കുറവ് വരുത്തണ്ട, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് അമൃതങ്ങളോട് പറയാൻ, നിങ്ങൾക്ക് നല്ലതുപോലെ മരിക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു നിങ്ങൾക്ക് തന്നുപോയ ഈമാൻ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. ഉടൻ തന്നെ ചോദിച്ചതിന് എന്താ ചെയ്യാ? അപ്പോഴാണ് അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് പറയാ, ഞാൻ നിങ്ങൾക്ക് 3 ആയത്തുകൾ പഠിപ്പിച്ചു തരാം. ആ 3 ആയത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നോ നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുമെന്നാണ്. ഉടൻ തന്നെ ഇവിടെ നോക്കുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. സഹോദരങ്ങളെ, വാപ്പമാരെ, പെങ്ങളെ, അല്ലാഹു നമുക്ക് തന്നുപോയ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ഒരു റമദാൻ കഴിഞ്ഞു, ആ റമദാൻ കഴിഞ്ഞ ഈമാൻ നഷ്ടപ്പെടരുത്. ആ റമദാൻ കഴിഞ്ഞ ആ റമദാനിലുള്ള അതേ ഈമാനോട് കൂടി തന്നെ മുന്നോട്ട് പോകണം. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ഈമാൻ അത് കാത്തു സൂക്ഷിക്കണം. ഓരോ തറാവീഹ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. അതിനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഖുർആനിന്റെ ഈ ആയത്തുകൾ പതിവാക്കണം. ഖുർആനിന്റെ ഈ ആയത്തുകൾ പതിവാക്കണം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ട് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, ഒരു വേള മസ്ജിദ് നബവിയുടെ അകത്തട്ടിലേക്ക് ഞാനൊന്ന് കടന്നു പോകുകയാണ്. ആ സമയം റബ്ബേ, ആരോ മസ്ജിദ് നബവിയുടെ
അകത്തട്ടിൽ ഇരുന്നിട്ട് വല്ലാതെ കരയുകയാണ്. പഠിച്ചവനെ ആരാണ് കരയുന്നതെന്നറിയില്ല. അവിടെ നിന്ന് മൂടപടമുണ്ട്, കമ്പിളി കൊണ്ട് പുതച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ശബ്ദം ഇടറിയിട്ടുണ്ട്. അദ്ദേഹം ദുആ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ഓതിയത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ. പഠിച്ചവനെ ശബ്ദമിടറിയത് കൊണ്ട് ആരാണെന്നറിയില്ല. തലയിൽ കൂടെ കമ്പിളി കൊണ്ട് പുതച്ചിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ദുആ കഴിയുന്നത് വരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാ. അവിടെ നിന്ന് ദുആ കഴിഞ്ഞ പാട് അരികത്തേക്ക് ചെന്നുകൊണ്ട് സലാം പറയുമ്പോ ആരായിരുന്നു കരയുന്നത്, ആരാ സങ്കടപ്പെടുന്നത്, ആരാ വിഷമിക്കുന്നത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഈമാനിന്റെ മാധുര്യത്തിന്റെ ഗോപുരമായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ ഞാൻ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, എന്നെ ഈ ആയത്ത് ആവർത്തിച്ചിങ്ങനെ ഓടുന്നത് എന്താണ് കരയുന്നത്? അവിടെ നിന്ന് ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉമറേ എനിക്ക് പേടിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഖൽബിന്റെ അകത്തട്ടിൽ ഈമാനിന്റെ മാധുര്യം തന്നിട്ട് അത് ഊരിക്കളയുമോന്ന് പേടിയാണ്. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, എത്രയോ ആളുകൾ മുസ്ലിമായി ജീവിച്ച് കാഫിറായി ചത്തുപോയി, എത്രയോ ആളുകൾ കാഫിറായി വന്ന് മുസ്ലിമായിട്ട് മരിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ കഥകൾ നമുക്കറിയാം. എന്നാൽ അവിടെ ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ബാപ്പാ. എപ്പോഴാ നഷ്ടപ്പെടുന്നു എന്നറിയില്ല. 60 വയസ്സാകട്ടെ, 70 വയസ്സാകട്ടെ, 80 വയസ്സാകട്ടെ, 90 വയസ്സാകട്ടെ, ഈ വരായത്ത് എന്നെയും നിങ്ങളുണ്ട് വരണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. സുദീഖങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയോ, അല്ലയോ ഉമറേ എനിക്ക് പേടിയാ. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിയാ. നീ ചൊല്ലു ഉമറേ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, നിസ്കരിക്കാനുള്ള ഈമാൻ തന്നു, സ്വതക്ക ചെയ്യാനുള്ള ഈമാൻ തന്നു, സക്കാത്ത് കൊടുക്കാനുള്ള ഈമാൻ തന്നു, വെള്ളിയാഴ്ച പള്ളിയിൽ പോകാനുള്ള ഈമാൻ തന്നു, തറാവീഹ് നിസ്കരിക്കാനുള്ള ഈമാൻ തന്നു. എല്ലാ മാധുര്യവും എനിക്ക് തന്ന റബ്ബേ, എന്റെ ഹൃദയാന്തരങ്ങളിലെ ഈമാനിന്റെ മാധുര്യം തന്നിട്ട് നീ അതിനെ ഊരിക്കളയല്ലേ റബ്ബേ, നഷ്ടപ്പെടുത്തല്ലേ റബ്ബേ. ഒന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ഏതായാലും നിങ്ങൾ വന്നു. ഇവിടെ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പമാരും ഇരിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഈ മജ്‌ലിസിന് കൊണ്ടുപോകണം. അതിന് ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടുന്നത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തന്ന ആ ഒരു ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ വരായത്തിന്റെ പൊന്നുപെങ്ങളെ, എന്റെ വാപ്പമാരെ, സഹോദരങ്ങളെ നമ്മൾ പതിവാക്കണം. എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കാനൊന്നും ഞാൻ പറയുന്നില്ല. എപ്പോഴെങ്കിലും ഒരു വക്തത്തിന് നമ്മൾ നിശ്ചയിച്ചിറങ്ങുന്ന സമയത്ത് ഈ വരായത്ത് നമ്മൾ പതിവ് ഒറ്റവട്ടമെങ്കിലും നമ്മൾ ഓതണം. എന്തിനാ? അല്ലാഹുവേ, നീ എനിക്ക് തന്ന ഈമാനെ എടുത്ത കളയരുത് വാപ്പ. നമ്മളെപ്പോഴാ മരിക്കാനറിയില്ല, ഏത് സെക്കൻഡിലാ പോകാനറിയില്ല, എപ്പോഴായാലും പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈമാനിന്റെ മാധുര്യം നഷ്ടപ്പെട്ടു പോകാതെ എന്റെ സ്വഹാബ നിങ്ങൾ ഈ ആയത്ത് പതിവാക്കണം. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്ന പ്രിയപ്പെട്ട യുവാക്കൾക്ക് മാഷാ അല്ലാഹ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ നിങ്ങൾ പതിവാക്കണം. പെട്ടെന്ന് പറഞ്ഞപ്പോൾ വലിയ വിഷയം. രണ്ടാമത്തേതായിട്ട് അവിടെ സ്വഹാബത്തിനോട്, ആ കടന്നിരിക്കുന്ന സ്വഹാബത്തിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ പതിവാക്കേണ്ടുന്ന ആയത്തേതെന്നറിയോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അപ്പമാരെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുദരിസുസ്താദൊക്കെ ദുആ ചെയ്യുമ്പോ ഈ വരായത്തോടുന്നത് വെറുതെയല്ല, ദുആക്ക് കുറച്ചുകൂടെ ദൈർഘ്യം കിട്ടാനല്ല. ഇത് മുത്തലിമിടങ്ങൾ ഓതാൻ പറഞ്ഞതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തതാണ്. സ്വഹാബാ, ദുനിയാവിന്റെ പുറത്ത് നടക്കുമ്പോൾ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടാൻ പാടില്ല. അതുമാത്രമല്ല, നിങ്ങൾ പാവങ്ങളാണ്, നിങ്ങൾ കൂലിവേലയ്ക്ക് പോകുന്നവരാണ്, അന്ന് ഇറങ്ങിപ്പോയാൽ കിട്ടുന്നത് കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നവരാണ്. അതുകൊണ്ട് സ്വഭാവത്തെ
മരിക്കുന്നത് വരെ പട്ടിണിയില്ലാതിരിക്കാൻ, നിങ്ങളുടെ മക്കൾ വിശപ്പ് സഹിക്കാതിരിക്കാൻ, നിങ്ങളുടെ മക്കൾ വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ണീരോട് കരഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുന്ന അവസ്ഥ വരാതിരിക്കാൻ റബ്ബനാ ഞങ്ങളെ പരിപാലിക്കുന്ന തമ്പുരാനെ ആദ്യാ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ദുനിയാവില് അല്ലാഹ് എന്താണ് തരേണ്ടുന്നത്? ഹസന, നല്ലതിനെ തരണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ മാർഗങ്ങള്, റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, അതിന് ഏതെല്ലാം മേഖലകളാണോ ആവശ്യമുള്ളത് നന്മകളുടെ വഴികളിലൂടെ കടന്നു പോകാൻ എനിക്ക് സന്തോഷത്തിന്റെ വഴികൾ നീ എനിക്ക് തരണേ റബ്ബേ. ഏറ്റവും കൂടുതൽ എന്നെ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാൻ, ഉമ്മമാരെ ഈ വരായത്ത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പതിവാക്കേണ്ടത്. നമ്മുടെ ഭർത്താവിന്റെ ജോലിയിൽ ഖൈറും ബറക്കത്തും ലഭിക്കാൻ, സന്തോഷം ലഭിക്കാൻ ഇത് ആര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷത്തു സിദ്ദീഖ. ബീവി ആയിഷത്തു സിദ്ദീഖ അബൂബക്കർ സിദ്ദീഖിൻ ആരംഭമോളെ ആയിഷ പൂവഴകേ ആദരത്വഹ നബിയോരെ സൗജത്തായി ഒന്നൊരു പൊന്നോളിവേ മഹദി മലർക്കനി ഒളിവർ കതിർക്കനി ആയിഷ പൂമലരേ ഉത്തമലങ്കാര പൂവായി മണം വീശോ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. വന്നു ഒരു പെണ്ണ് ആയിഷ ബിയോട് ചൊല്ലുന്നു കഥനത്തിന് കാര്യം, അവരോട് ഒന്ന് പറയുമോ വേദന മാറാന് പറഞ്ഞു കരയുന്നു പെണ്ണതും വല്ലാതെ ചൊന്നിടുമോ ആയിഷ മൊഴിഞ്ഞിടുമോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ പൊന്നുകളെ പഠിച്ചുകൊള്ളുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ പെണ്ണ് വന്നിട്ട് കരയാ. ആയിഷ വല്ലാത്ത സങ്കടത്തിലാണ് ആയിഷ, വല്ലാത്ത ദുഃഖത്തിലാണ് ആയിഷ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എന്റെ ഭർത്താവ് നല്ല കച്ചവടമുള്ള ഒരാളായിരുന്നു, നല്ല മെച്ചത്തോടെ കടന്നുപോയ ഒരാളായിരുന്നു. പക്ഷേ ഇന്ന് മക്കള് കരയുന്നു ആയിഷ, എന്റെ ഭർത്താവ് പട്ടിണിയാണ്, ഞാൻ പട്ടിണിയാണ്, എന്റെ മക്കൾ പട്ടിണിയാണ്. അതുകൊണ്ട് ആയിഷ എനിക്ക് രക്ഷപ്പെടണം, എന്റെ ഭർത്താവിനും രക്ഷപ്പെടണം. അതിന് പറ്റുന്ന, അതിന് ഉതകുന്ന എന്തെങ്കിലും പഠിപ്പിക്കുമോ? ആ സമയമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ പെണ്ണിന്റെ കരങ്ങളെ കവർന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞത്, മോളെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ. മഗ്‌രിബിന്റെ സമയമായാൽ നിനക്ക് എത്രത്തോളം ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം നീ ആവർത്തിച്ചു ചൊല്ലുമോ എന്ന് പറയുന്ന സമയത്ത് പെണ്ണവിടെ നിന്ന് സമ്മതിക്കുക. വീടിന്റെ ഉള്ളിലേക്ക് പെണ്ണ് കടന്നുപോയി. എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, മക്കളോട് പറഞ്ഞു, മക്കളെ ഈ ആയത്ത് നിങ്ങൾ ചൊല്ലുമോ? അങ്ങനെ ചൊല്ലിയിട്ട് 7 ദിവസം പോലും ആയിട്ടില്ല, ഒരു സമ്മാനത്തിന്റെ പൊതിയുമായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ കടന്നു വന്നിട്ട് പറയുന്നു, ആയിഷ ഇതെന്റെ ഭർത്താവ് തന്നുവിട്ടതാണ് ആയിഷ. എന്റെ ഭർത്താവിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുകയാണ്, സന്തോഷം കൊടുക്കുകയാണ്. എന്റെ മക്കളുടെ പട്ടിണി മാറുകയാണ്, എന്റെ മക്കളുടെ വിഷമം മാറുകയാണ്. അവരൊന്ന് ചിരിക്കുന്നുണ്ട്, അവരൊന്ന് കളിക്കുന്നുണ്ട്, അവർ നല്ലതുപോലെ കടന്നു പോകുന്നുണ്ട്. ആയിഷ നിങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ഒരായത്തിന്റെ പവറാണ് ആയിഷ, ആ ഒരായത്തിന്റെ പവറാണത്. അമ്മമാരെ വീട്ടിന്റെ ഉള്ളിൽ മഗ്‌രിബിന്റെയൊക്കെ സമയമാകുമ്പോ അതും ഇതും പറയാതെ ഒരു 5 മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വെച്ച റബ്ബേ, അല്ലാഹുവോട് പറയ റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നല്ലതിനെ തരണോന്ന്. അപ്പൊ നമ്മുടെ ഭർത്താവ് വിളിക്കും, ഇന്ന് എന്താണെന്നറിയില്ല, നല്ല ലാഭമുണ്ട് കടയില്. പിന്നെ അതുപോലെ വാഹനം ഓടിക്കുന്ന കൂലിപ്പണിക്ക് പോകുന്ന ആ ഭർത്താക്കന്മാര് പോലും പറയും, മാഷാ അല്ലാഹ് എന്താണെന്നറിയില്ല, ഇന്നിപ്പോ നല്ല ഉന്മേഷമാണ്. എന്റെ കാരണം നിങ്ങളുടെ ഒരൊറ്റ ഓതലാണ്, ഖുർആനിന്റെ ആ ഒരായത്താണ്. ഇതാരാ പഠിപ്പിച്ചത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. പിന്നീട് ആരാ പറയുന്നത്? സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കാൻ. എന്റെ പൊന്നുപെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ രക്ഷപ്പെടുത്തും. ഏത് വലിയ സങ്കടം വന്നാലും, ഏത് വലിയ ടെൻഷൻ വന്നാലും, ഏത് വലിയ ദുഃഖം വന്നാലും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം അല്ലാഹുവിന്റെ ഖുർആനാണ്.
ഖുർആനിന്റെ ഓരോ ആയത്തിനും നമുക്ക് ബലം തരാൻ കഴിയും. ഞാൻ വെറുതെ പറയില്ല. ഉസ്താദുമാരുടെ ചോദിച്ചുടങ്ങൾക്ക് എന്തിനെ മുസ്തഫ നബി തങ്ങളുടെ സങ്കടത്തിലാണ്. ഇൻഷാ അല്ലാഹ് ഈ ഉള്ള സദസ്സ് പിരിയുമ്പോ നമ്മുടെ കണ്ണിന് അറിഞ്ഞിട്ടായിരിക്കണം നമുക്ക് ഇവിടെ നിന്ന് പിരിയാനുള്ളത്. മർമ്മപ്രധാനമായ 2 വിഷയം ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്തേ. ആ 2 വിഷയം നമുക്ക് മർമ്മപ്രധാനമാണ്. അത് പറഞ്ഞ് നമ്മുടെ കണ്ണ് നിറഞ്ഞ് ദുആ ചെയ്തിട്ടായിരിക്കണം ഈ സദസ്സിൽ നമുക്ക് പിരിയാൻ. അള്ളാഹു ഈ സദസ്സിൽ ഇരിക്കുന്ന മുഴുവൻ ഉപ്പമാർക്കും പലരും കൊളസ്ട്രോൾ, ഷുഗറും, പ്രഷറും കൊടുക്കാറ്റൊക്കെ ഉള്ളവരാണ്. അള്ളാഹു ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് എല്ലാവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശമനം തരട്ടെ.